നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 13 പേര് പോസിറ്റീവായിരിക്കുകയാണ്. നെഗറ്റീവായതും 13 തന്നെയാണ്. ഇതിൽ കോട്ടയത്ത് 6, ഇടുക്കി 4, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ 1 വീതം. ഇതാണ് പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. ഇതിൽ 5 പേര് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. ഒരാൾ വിദേശത്ത് വന്നതാണ്. ഒരാൾക്ക് എങ്ങനെയാണ് എന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ബാധിച്ചത് എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ സമ്പർക്കത്തിലൂടെയാണ്. കണ്ണൂർ 6, കോഴിക്കോട് 4, തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം 1 വീതം. ഇങ്ങനെയാണ് നെഗറ്റീവായവരുള്ളത്. ഇതുവരെ 481 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 123 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 20,301 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 19,812 പേർ വീടുകളിലാണ്. 489 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് മാത്രം 104 ആളുകൾ ആശുപത്രിയിലായിട്ടുണ്ട്. ഇതുവരെ 23,271 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 22,537 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ, അതിഥി തൊഴിലാളികൾ, സാമൂഹ്യ സമ്പർക്കം കൂടുതലുള്ള വ്യക്തികൾ, ഇത്തരത്തിൽ മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 875 സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. അതിൽ 611 സാമ്പിളുകൾ നെഗറ്റീവായി റിസൾട്ട് വന്നിട്ടുണ്ട്. കോവിഡ് പരിശോധന വ്യാപകമാക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നലെ 3056 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ റെഡ് സോണിലും മാറ്റം വരുത്തേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. നേരത്തെ പ്രഖ്യാപിച്ച 4 ജില്ലകൾ റെഡ് സോണായിട്ട് തന്നെ തുടരും. ഇന്നലെയും ഇന്നുമായി കോട്ടയത്തും ഇടുക്കിയും വർധനവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ കോട്ടയവും ഇടുക്കിയും റെഡ് സോണായി പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഹോട്ട്സ്പോട്ടിൻ്റെ ഭാഗമായി എടുത്താൽ ഇടുക്കി ജില്ലയിൽ വണ്ടൻമേട്, ഇരട്ടയാറ്, കോട്ടയം ജില്ലയിൽ അയ്മനം, വെള്ളൂർ, അയർക്കുന്നം, തലയോലപ്പറമ്പ് ഇത്രയും പഞ്ചായത്തുകൾ ഹോട്ട്സ്പോട്ടുകളാണ്. ഇപ്പോൾ കോവിഡ് ബാധിച്ച് ആരും ചികിത്സയിലില്ലാത്തത് 4 ജില്ലകളിലാണ്. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ, വയനാട്. ഇന്ന് മുഖ്യമന്ത്രിമാരുടെ വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുന്നത് പ്രധാനമായും ചെറിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരായിരിക്കും എന്ന് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് സംസാരിച്ചിരുന്നു. കേരളം ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന
പ്രധാന കാര്യങ്ങൾ നേരത്തെ അറിയിക്കുന്നത് നന്നാവും എന്നുകൂടി അദ്ദേഹം ഇന്നലെ അഭിപ്രായപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ കേരളത്തിൻ്റെ അഭിപ്രായങ്ങൾ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ധരിപ്പിക്കുകയുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ലോക്ക്ഡൗണിൽ ചില ഇളവുകൾ സംസ്ഥാനം വരുത്തിയിരുന്നു. ലോക്ക്ഡൗൺ പിൻവലിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധാപൂർവമായ സമീപനം വേണം എന്നാണ് സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം. സംസ്ഥാനങ്ങളുടെ സവിശേഷത കൂടി പരിഗണിക്കുന്ന ദേശീയ നയമാണ് ആവശ്യം. ഭാഗികമായ ലോക്ക്ഡൗൺ മെയ് 15 വരെ തുടരാവുന്നതാണ് എന്നാണ് കേരളത്തിൻ്റെ അഭിപ്രായം. അന്നത്തെ സാഹചര്യം പരിശോധിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളാവുന്നതുമാണ്. തൊട്ടു മുൻപത്തെ ആഴ്ചയിൽ COVID-19 കേസുകൾ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ജില്ലകളിൽ ആൾക്കൂട്ടങ്ങൾ, പൊതുഗതാഗതം എന്നിവ നിയന്ത്രിച്ചുകൊണ്ടും നിലനിർത്തിക്കൊണ്ടും ശാരീരിക അകലം പാലിച്ചും ലോക്ക്ഡൗൺ പിൻവലിക്കുന്നത് പരിഗണിക്കാം എന്ന് കേരളം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അന്തർജില്ലാ അന്തർ സംസ്ഥാന യാത്രകൾ മെയ് 15 വരെ നിയന്ത്രിക്കുകയും വേണം. PPP കിറ്റുകളുടെയും മറ്റും ആവശ്യകത കുതിച്ചുയരുകയാണ്. ടെസ്റ്റിങ്ങിന് വിധേയമാക്കേണ്ട ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അവയുടെ സമാഹരണത്തിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ നേരിട്ട് ഏറ്റെടുക്കണം. പ്രവാസികളുടെ കൂട്ടത്തിൽ വളരെ ചെറിയ വരുമാനമുള്ളവർ, ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവർ, ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയവർ, പാർട്ട് ടൈം വരുമാനം നിലച്ചുപോയ വിദ്യാർത്ഥികൾ, ലോക്ക്ഡൗൺ കാരണം തൊഴിൽ നഷ്ടപ്പെട്ടവർ, ഇങ്ങനെ വിവിധ വിഭാഗക്കാരുണ്ട്. ഇവർക്കെല്ലാം തിരിച്ചു വരേണ്ടതുണ്ട്. ഇവർക്ക് വിമാനയാത്രാക്കൂലി സ്വന്തമായി വഹിക്കാൻ പ്രയാസമുണ്ടാകും. അപ്പോൾ അവരുടെ വിമാനയാത്രാക്കൂലി കേന്ദ്ര സർക്കാർ വഹിക്കണമെന്ന് സംസ്ഥാനം പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ലോക്ക്ഡൗൺ കാരണം തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് സാമ്പത്തികമായ പിന്തുണ അനിവാര്യമാണ്. അവർക്ക് വേണ്ടി പുനരധിവാസ പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായി പ്രഖ്യാപിക്കണം. അവരുടെ നൈപുണ്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന സ്കീമുകൾക്കും രൂപം നൽകണം. ഹ്രസ്വകാല സന്ദർശനങ്ങൾക്കായി പോയവർ, ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ നിവൃത്തിയില്ലാത്തവർ, ചികിത്സാ സഹായം ആവശ്യമുള്ളവർ, ഇവരെയെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതിൽ പ്രഥമ പരിഗണന നൽകണമെന്നും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. നമ്മുടെ സംസ്ഥാനത്ത് 4 ലക്ഷത്തോളം അതിഥി തൊഴിലാളികളുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഇവരെ ഘട്ടം ഘട്ടമായി തിരികെ അവരവരുടെ നാട്ടിലെത്തിക്കുന്നതിന് നോൺ സ്റ്റോപ്പ് ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും
ഇവരുടെ കാര്യത്തിൽ കേന്ദ്രം അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണം. ഇവർക്ക് ശുചിത്വമുള്ള ക്വാറൻ്റൈൻ സൗകര്യം ഉറപ്പുവരുത്തണം. കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരുടെ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സത്വര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് സംസ്ഥാനത്തിന് താൽപ്പര്യം. കോവിഡ്-19 ഭീഷണിയെ ഫലപ്രദമായി നേരിടുന്നതിന് സാങ്കേതിക വിദ്യ ശരിയായി വിനിയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നുണ്ട്. ട്രാക്കിംഗ്, ട്രേസിംഗ്, ക്വാറൻ്റൈൻ നിരീക്ഷണം എന്നിവയ്ക്ക് സാങ്കേതിക വിദ്യ അനിവാര്യമാണ്. ഇന്ത്യ ഗവൺമെൻറ് വികസിപ്പിച്ച ആരോഗ്യ സേതു ആപ്പ് പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെ ആരോഗ്യ സേതു ആപ്ലിക്കേഷനിൽ കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊന്നും പങ്കിട്ടിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിലുള്ള സാമ്പത്തിക പ്രത്യാഘാതത്തിന് അത് പരിഹരിക്കുന്നതിനും ലഘൂകരിക്കുന്നതിനുമുള്ള അർഹമായ ഊന്നൽ നൽകേണ്ടതുണ്ട്. ലഭ്യമായ വിവരങ്ങളനുസരിച്ചുള്ള വിദഗ്ധരുടെ ആദ്യഘട്ട വിലയിരുത്തൽ പ്രകാരം 2020-21 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യപാദത്തിൽ കേരളത്തിൻ്റെ മൊത്തം മൂല്യവർധനയിലുണ്ടായ നഷ്ടം ഏകദേശം 80,000 കോടി രൂപയാണ്. സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നില്ലെങ്കിൽ നഷ്ടം ഇനിയും വർദ്ധിക്കും. ലോക്ക്ഡൗൺ കാലയളവിൽ 83,30,000 വരുന്ന സ്വയം തൊഴിൽ, കാഷ്വൽ തൊഴിലാളികളുടെ വേതന നഷ്ടം 14,000 കോടി രൂപയാണ്. ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് മേഖലകളിൽ യഥാക്രമം 6,000 കോടി രൂപയുടെയും 14,000 കോടി രൂപയുടെയും നഷ്ടമുണ്ടായി. മത്സ്യബന്ധന മേഖലയും വിവരസാങ്കേതിക മേഖലയും ഗണ്യമായ തൊഴിൽ നഷ്ടത്തിനിരയായ ചില മേഖലകളാണ്. ചെറുകിട വ്യാപാരികളെ ലോക്ക്ഡൗൺ വളരെയധികം പ്രതികൂലമായി ബാധിച്ചു. ഇവരുടെ വരുമാനം നിലച്ചത് ഇവരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. ചെറുകിട വ്യാപാരികളിൽ മഹാഭൂരിഭാഗവും സ്വയം തൊഴിൽ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒരു സ്വയം തൊഴിലെന്ന മട്ടിലുള്ള ഒരു തൊഴിൽ മാത്രമാണത്. അതുകൊണ്ട് തന്നെ ചെറുകിട വ്യാപാരികൾക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടതുണ്ട്. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ കീഴിലുള്ള ഒരു പാക്കേജിലൂടെ ഇവരെ കേന്ദ്ര സർക്കാർ പിന്തുണക്കണം. അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ നിലനിൽപ്പിന് ദേശീയ തലത്തിൽ വരുമാന സഹായ പദ്ധതി നടപ്പാക്കണം. ലോക്ക്ഡൗൺ കാര്യമായി ബാധിച്ച ചെറുകിട വ്യാപാരികൾക്ക് 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കണം. ഈ വായ്പയുടെ പലിശ ആശ്വാസ നടപടിയായി കേന്ദ്രം വഹിക്കണം. തൊഴിൽ സംരംഭങ്ങളിലെ തൊഴിൽ നിലനിർത്തുന്നതിന് ഇവയ്ക്കാവശ്യമായ
സബ്സിഡി നൽകണമെന്ന അഭ്യർത്ഥനയും പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെച്ചു. ലോക്ക്ഡൗൺ നടപടികൾ മൂലം ചെറുകിട വ്യവസായങ്ങൾക്ക് വലിയ തോതിലുള്ള നഷ്ടമാണ് സംഭവിച്ചത്. ഇവ നികത്താൻ കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ പണമിടപാട് ഈ മേഖലയിൽ നടക്കണമെന്നാണ് വിദഗ്ധാഭിപ്രായം. നിലവിലെ ലോണുകൾക്ക് 50% പലിശ ഇളവ് നൽകണം. ചെറുകിട സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് ESI വേതനം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. EPF-ലേക്ക് വിഹിതം കൊടുക്കേണ്ട പരിധി 15,000-ൽ നിന്നും 25,000-ആയി ഉയർത്തണം. സംസ്ഥാനങ്ങൾക്കുള്ള ഭക്ഷ്യധാന്യങ്ങളുടെയും പയർവർഗ്ഗങ്ങളുടെയും സപ്ലൈ ആവശ്യമായ രീതിയിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നാഫെഡും അതുപോലുള്ള മറ്റ് ഏജൻസികളും ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാടെടുക്കണമെന്നും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. കോവിഡ്-19 ബാധയും തുടർന്ന് ലോക്ക്ഡൗണും വന്ന ഘട്ടത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ വിഷയം പ്രവാസികളുടേതാണ്. അവർ സുരക്ഷിതമായിരിക്കുക എന്നതാണ് നമ്മുടെ മുന്തിയ പരിഗണന. പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരാൻ നിരന്തരം നടത്തുന്ന ശ്രമങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അതിന് ഫലമുണ്ടാകും എന്നാണ് കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രവാസ ലോകത്തെ പ്രമുഖ മലയാളികളുമായി ഇന്നലെയും ആശയവിനിമയം നടത്തിയിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റുമായി നിരന്തരം ബന്ധപ്പെടുന്നുമുണ്ട്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ പല സംസ്ഥാനങ്ങളിലായി നിരവധി മലയാളികൾ കുടുങ്ങിപ്പോയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ, ബിസിനസ് ആവശ്യത്തിന് പോയവർ, അടുത്ത ബന്ധുക്കളെ കാണാൻ പോയവർ, ഇങ്ങനെ പലരും. ഇവരുടെ പലരുടെയും അവസ്ഥ വിഷമകരമാണ്. ഭക്ഷണം കൃത്യമായി കിട്ടാത്തവർ പോലുമുണ്ട്. നേരത്തെ താമസിച്ച ഹോസ്റ്റലുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ഇറങ്ങേണ്ടി വന്നവരുണ്ട്. താൽക്കാലിക ട്രെയിനിങ്ങിനും മറ്റും പോയവരാണ് ചിലർ. അപ്പം അങ്ങനെയുള്ളവരെ സംസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരും. ഇതിനുള്ള രജിസ്ട്രേഷൻ ബുധനാഴ്ച ആരംഭിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് നോർക്ക അറിയിക്കും. തിരിച്ചു കൊണ്ടുവരാൻ പ്രഥമ പരിഗണന നൽകുന്ന വിഭാഗങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ ചികിത്സാവശ്യത്തിന് പോയവർ, ചികിത്സ കഴിഞ്ഞവർ, സംസ്ഥാനത്ത് വിദഗ്ധ ചികിത്സക്ക് രജിസ്റ്റർ ചെയ്ത് തീയതി നിശ്ചയിച്ച മറ്റ് സംസ്ഥാനങ്ങളിലെ താമസക്കാർ, പഠനാവശ്യത്തിന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠനം പൂർത്തീകരിച്ചവർ, പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയ്ക്കായി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയവർ, തീർത്ഥാടനം, വിനോദയാത്ര, ബന്ധുഗൃഹ സന്ദർശനം എന്നിവയ്ക്ക് പോയി മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയവർ, ലോക്ക്ഡൗൺ മൂലം അടച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കേരളീയരായ വിദ്യാർത്ഥികൾ, ജോലി നഷ്ടപ്പെട്ടതുകൊണ്ടോ റിട്ടയർ ചെയ്തതിനാലോ നാട്ടിലേക്ക് വരേണ്ടവർ, കൃഷിപ്പണിക്ക്
അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയവരുമുണ്ട്. പ്രത്യേകിച്ച് കർണാടകയിൽ കുടകിൽ നമ്മുടെ നാട്ടുകാർ കുടകിൽ ഭൂമി പാട്ടത്തിനെടുത്ത് ഇഞ്ചി, വാഴക്കൃഷി മുതലായവ ചെയ്യാറുണ്ട്. വയനാട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ നിന്ന് കൃഷിപ്പണിക്ക് പോയി ധാരാളം പേർ കുടകിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. വളരെ പാവപ്പെട്ടവരാണ് ഇങ്ങനെ ജോലിക്ക് പോകുന്നത്. ധാരാളം ആദിവാസികളുമുണ്ട്. പലർക്കും ഇപ്പോൾ ഭക്ഷണത്തിന് പോലും പ്രയാസമുണ്ട്. കയ്യിലുള്ളതെല്ലാം തീർന്നു, പണവുമില്ല. ഇങ്ങനെ പ്രയാസപ്പെടുന്ന മുഴുവൻ പേരെയും ഘട്ടം ഘട്ടമായി തിരിച്ചു കൊണ്ടുവരും. കർണാടകത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ സമാന സാഹചര്യങ്ങളിൽ പെട്ടുപോയവരെയും തിരികെ കൊണ്ടുവരും. ഇതിനുള്ള പദ്ധതി തയ്യാറാക്കാൻ കലക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരിച്ചു വരേണ്ടവർ നോർക്ക റൂട്ട്സ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. അവരെ തിരികെ കൊണ്ടുവരുമ്പോൾ ആരോഗ്യ സുരക്ഷ സംബന്ധിച്ച എല്ലാ മുൻകരുതലും സ്വീകരിക്കും. അതിർത്തിയിൽ ആരോഗ്യ വിഭാഗം പരിശോധിക്കും. എല്ലാവർക്കും ക്വാറൻ്റൈൻ നിർബന്ധമാകും. പ്രവാസികൾ വരുമ്പോൾ സ്വീകരിക്കുന്ന എല്ലാ മുൻകരുതലുകളും ഇവരുടെ കാര്യത്തിലും ബാധകമായിരിക്കും. വിദേശത്തുള്ളവർ വരുമ്പോൾ എയർപോർട്ട് കേന്ദ്രീകരിച്ച് പരിശോധനാ സംവിധാനം ഉണ്ടാക്കാം എന്ന സൗകര്യമുണ്ട്. എന്നാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ധാരാളം വഴികളുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ വഴികളിലൂടെ കൊണ്ടുവരണമെന്നത് സംബന്ധിച്ച് ക്രമീകരണമുണ്ടാക്കും. സർക്കാർ ഇക്കാര്യത്തിലുണ്ടാക്കുന്ന ക്രമീകരണങ്ങളുമായി എല്ലാവരും പൂർണ്ണമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്നവർക്ക് വേണ്ടി സർക്കാർ ഒരുക്കേണ്ട സംവിധാനങ്ങളെക്കുറിച്ച് ഇന്നലെ നടത്തിയ വീഡിയോ കോൺഫറൻസിൽ ചർച്ച നടത്തുകയുണ്ടായി. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത വിമാനത്താവളങ്ങളിലേക്ക് തന്നെ എടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 4 എയർപോർട്ടുകളിലും പരിശോധനയ്ക്കും ക്വാറൻ്റൈനും ആവശ്യമായ സജ്ജീകരണം ഒരുക്കും. പ്രവാസികളെ പരമാവധി സഹായിക്കാൻ നോർക്ക ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നിട്ടുണ്ട്. നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ www.registernorcaroots.org എന്ന വെബ്സൈറ്റിൽ ഇന്നലെ വൈകിട്ട് മുതൽ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ 2,02,000 പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പ്രവാസികളെ സഹായിക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉപയോഗിക്കണമെന്നും തിരിച്ചു വരുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കാൻ പ്രത്യേക പാക്കേജ് വേണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരിച്ചു വരുന്ന പ്രവാസികളുടെ മക്കൾക്ക് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പ്രവേശനം ആവശ്യമാണെങ്കിൽ സർക്കാർ അത് ഉറപ്പാക്കും. കോവിഡ് പരിശോധന എല്ലാ ജില്ലകളിലും കൂടുതലായി നടത്താൻ ജില്ലാ കളക്ടർമാരോടും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്വാറൻ്റൈനിൽ കഴിയുന്ന മുഴുവൻ പേരെയും പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഹോട്ട്സ്പോട്ട് മേഖലകളിൽ ഭക്ഷ്യസാധനങ്ങൾ വീടുകളിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കും. അതിർത്തി ജില്ലകളിൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.
കാട്ടിലെ ഊടുവഴികളിലൂടെ നടന്ന് കേരളത്തിലേക്ക് ആളുകൾ വരുന്നത് തടയാൻ വനംവകുപ്പിൻ്റെ സഹായത്തോടെ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാർഷിക ജോലികൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകണം. പച്ചക്കറി പോലെ കേടുവന്നു പോകുന്ന സാധനങ്ങൾ എത്രയും വേഗം ശേഖരിച്ച് വിപണികളിൽ എത്തിക്കണം. ഈ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയതോടെ ധരിക്കുന്നവരുടെ എണ്ണം കൂടി. അതോടൊപ്പം ഉപയോഗശേഷം വലിച്ചെറിയുന്ന മാസ്കുകളുടെ എണ്ണവും കൂടി. ഇങ്ങനെ അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെടുന്ന മാസ്കുകൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. മഴ കൂടി വന്നതോടെ പ്രശ്നം ഇരട്ടിച്ചിരിക്കുകയാണ്. ഉപയോഗിച്ച മാസ്ക് അലക്ഷ്യമായി കളയുന്നത് സമൂഹത്തോടുള്ള അപരാധമാണ്. കഴുകി സൂക്ഷിക്കാവുന്ന തുണിയുടെ മാസ്ക് പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നതാവും അഭികാമ്യമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. മാസ്കിൻ്റെ കാര്യത്തിൽ ഇടുക്കിയിലെ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച ചില സ്ഥലങ്ങളിൽ ചെറിയൊരു അനാസ്ഥ നിലനിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചിലർ മാസ്ക് ധരിക്കാതെ ATM പോകുന്നു, കടകളിൽ പോകുന്നു, പൊതുസ്ഥലങ്ങളിലുണ്ടാകുന്നു. ഇത് ഗൗരവമായി കണ്ടുകൊണ്ട് തിരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് ചരക്ക് നീക്കം ഏതാണ്ട് സാധാരണ നിലയിലേക്ക് വരുന്നുണ്ട്. ഇന്നലെ 2464 ട്രക്കുകൾ വന്നു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ആരോഗ്യവകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ 1200 പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി നഴ്സുമാർ പ്രവർത്തിക്കുന്നുണ്ട്. രോഗബാധിതർ, കിടപ്പ് രോഗികൾ, പരിചരണം ലഭിക്കാത്ത വയോജനങ്ങൾ തുടങ്ങിയവരെ അവരുടെ വീടുകളിൽ ചെന്ന് അവർക്ക് വേണ്ട സേവനം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തി വരുന്നത്. ഇവരുടെ സേവനം പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങൾ കാരണം വിവാഹങ്ങൾ മാറ്റിവെച്ച ആരോഗ്യ പ്രവർത്തകരെക്കുറിച്ചും ലളിതമായി വിവാഹം നടത്തിയവരെക്കുറിച്ചും വിവാഹത്തിന് നീക്കിവെച്ച ചെലവിൽ ഒരു ഭാഗം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവരെക്കുറിച്ചും വാർത്തകളുണ്ട്. വിവാഹിതരായവർക്ക് ആശംസകൾ നേരുന്നു. വിവാഹം മാറ്റിവെച്ചവർക്ക് എത്രയും വേഗം വിവാഹിതരാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബസവേശ്വരൻ്റെ 889 ജയന്തി ഏപ്രിൽ 26 കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെക്കാനും ഒരു മാസം രക്തദാന മാസമായി ആചരിക്കാനും തീരുമാനിച്ചതായി ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ അറിയിച്ചിട്ടുണ്ട്. ജയന്തി ദിനത്തിൽ കമ്മ്യൂണിറ്റി കിച്ചണുകളിലേക്ക് പച്ചക്കറി പലവ്യഞ്ജന സാധനങ്ങളും നൽകിയിട്ടുണ്ട്. അതിനെ വീരശൈവ മഹാസഭയെ അഭിനന്ദിക്കുന്നു. അധ്യാപക സംഘടനയായ KSTA 24 ലക്ഷം രൂപ വില വരുന്ന 4000 PPE കിറ്റുകൾ ആരോഗ്യവകുപ്പിന് കൈമാറി. 6 ദിവസം ശമ്പളം മാറ്റിവെക്കാൻ സർക്കാർ ഇറക്കിയ ഉത്തരവ് കത്തിക്കാൻ ആഹ്വാനം നൽകിയ അധ്യാപക സംഘടനയുടെ സെക്രട്ടറി ഹെഡ്മാസ്റ്ററായ തിരുവനന്തപുരം പോത്തങ്കോട് GUP സ്കൂളിൽ ഇന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമുണ്ടായി.
ആ വിദ്യാലയത്തിലെ കൊച്ചുകുട്ടികൾ തങ്ങൾക്ക് വിഷുക്കൈ നീട്ടമായും സക്കാത്തായും കിട്ടിയതും സമ്പാദ്യ കൊടുക്കയിൽ നിക്ഷേപിച്ചതുമായ 10,000-ലധികം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. പാലക്കാട് ആലത്തൂരിലെ സഹകരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ, നാട്ടുകാർ എന്നിവർ ചേർന്ന് 97,72,151 രൂപ നൽകുകയുണ്ടായി. ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് 25,25,000 രൂപ നൽകി. കേരളത്തിലെ റെയിൽവേ ലോക്കോ പൈലറ്റുമാർ 38,20,000 രൂപ നൽകി. ചോറോട് സർവീസ് സഹകരണ ബാങ്ക് 41,21,415 രൂപ നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി 25 ലക്ഷം രൂപ നൽകി. എടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് 25 ലക്ഷം രൂപ. കേരള സാഹിത്യ അക്കാദമി വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ഖദീജ മുംതസ് അവർക്ക് പ്രതിമാസം ഓണറേറിയമായി ലഭിക്കുന്ന 10,000 രൂപയും അവശേഷിക്കുന്ന കാലയളവിലേക്കുള്ള ഓണറേറിയവും. വിരമിച്ച എയ്ഡഡ് കോളേജ് അധ്യാപകരുടെ കൂട്ടായ്മ സാന്ത്വം 23 ലക്ഷം രൂപ. കൊല്ലം ഐമൺ ജേക്കബ് ഇടിക്കുള പരപ്പാടിയിൽ 2 ലക്ഷം രൂപ. മെൽബണിൽ നേഴ്സായും നേഴ്സിംഗ് ടീച്ചറായും സേവനമനുഷ്ഠിക്കുന്ന ആലപ്പുഴ സ്വദേശി അജിതകുമാരി 1 ലക്ഷം. കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് സംസ്ഥാന കമ്മിറ്റി 15,70,000 രൂപ. കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ വിദ്യാർത്ഥി ലക്ഷ്മി പ്രിയ 5 ലക്ഷം രൂപ. സേലം രക്തസാക്ഷി തളിയൻ രാമൻ നമ്പ്യാരുടെ ചെറുമകളും എഴുത്തുകാരിയുമായ റിട്ടയേർഡ് അധ്യാപിക ശാന്ത കാവുമ്പായി 4 മാസത്തെ പെൻഷൻ തുകയായ 1 ലക്ഷം രൂപ. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലെ ജീവനക്കാരുടെ സഹകരണ സംഘം 10 ലക്ഷം രൂപ. വടകര ബ്ലോക്ക് എംപ്ലോയീസ് സൊസൈറ്റി 10 ലക്ഷം രൂപ. പത്തനാപുരം മണ്ഡലത്തിലെ ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്ക് 8 ലക്ഷം രൂപ. ദുബായ് കൊച്ചിൻ എംപയർ ലയൺസ് ക്ലബ്ബ് 6 ലക്ഷം രൂപ. സംസ്ഥാന ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ 1 ലക്ഷം രൂപ. വികലാംഗ കമ്മീഷണർ ഡോക്ടർ ഹരികുമാർ തൻ്റെ 1 മാസത്തെ ശമ്പളത്തിന് പുറമെ 1 ലക്ഷം രൂപ കൂടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അലൂമിനി അസോസിയേഷൻ 2 ലക്ഷം രൂപ. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സെക്രട്ടറി ശ്രീ രതീഷ് 1 ലക്ഷം രൂപ. സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് 5 ലക്ഷം രൂപ. കുന്നമംഗലം കുളിമാട് എറക്കോടൻ ബിസിനസ് ഗ്രൂപ്പ് 1 ലക്ഷം രൂപ. 2018 പ്രളയത്തിൽ ജീവൻ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം പുറപ്പെട്ടവരുടെ പ്രതിനിധി ജോസഫ് 50,000 രൂപ. സിനിമാ നടൻ മണികണ്ഠൻ ആചാരി വിവാഹ ചെലവിലേക്ക് കരുതി വച്ചിരുന്ന 50,000 രൂപ. പ്രവാസിയായ ഭരത് രാജ് അനിയത്തിയുടെ കല്യാണത്തിന് നാട്ടിലേക്ക് വരാൻ കരുതി വച്ചിരുന്ന 25,000 രൂപ. കോഴിക്കോട് സ്വദേശിയായ റിട്ടയേർഡ് അധ്യാപകൻ അച്യുതൻ പി തൻ്റെ 5 മാസത്തെ പെൻഷൻ തുകയായ 57,000 രൂപ. എറണാകുളം മരട് സ്വദേശിനി ശ്രീമതി വള്ളി കുമാരൻ 3 പവൻ്റെ 2 വളകളും മോതിരവും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകി. എറണാകുളം ഉദിയംപേരൂർ സ്വദേശി എം ബി നാരായണദാസ് 12,500 നാളികേരമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. വെങ്ങന്നൂർ മുട്ടക്കാട് ചാലഞ്ച് ഹൗസിലെ ആർട്ടിസ്റ്റ് ഡോക്ടർ GSS നായരും ഭാര്യ ഇന്ദിരയും ചേർന്ന് 77,814 രൂപ. ഗവേഷണ സ്ഥാപനമായ IRTC മുണ്ടൂർ 5 ലക്ഷം രൂപ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ധർമ്മടം യൂണിറ്റ് 1 ലക്ഷം രൂപ. ബ്രണ്ണൻ കോളേജിലെ മുൻ അധ്യാപകരായ ധർമ്മടത്തെ പ്രൊഫസർ വി രവീന്ദ്രൻ, പ്രൊഫസർ TP ഇന്ദിര 1,25,000 രൂപ. തിരുവനന്തപുരത്ത് തെങ്ങ് കയറി ഉപജീവനം നടത്തുന്ന ഛത്തീസ്ഗഡ് സ്വദേശികൾ ചേർന്ന് 52,000 രൂപ.
കോട്ടയം ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് 20 ലക്ഷം രൂപ. ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ഓൾ സെയിൻസ് കോട്ടയം 50,000 രൂപ. വിഷുക്കൈനീട്ടം സ്വരൂപിച്ച് നൽകിയ ഒട്ടേറെ കുട്ടികളുടെയും റമദാൻ ദാനധർമ്മങ്ങൾക്കുള്ള പണം മാറ്റിവെച്ച് നൽകിയവരുടെയും വിവരങ്ങൾ വായിക്കാൻ ഉണ്ട്. അത് വായിക്കാൻ കഴിയാവുന്നതിലേറെയാണ് ആ പട്ടിക എന്നതുകൊണ്ട് അങ്ങനെ സഹായം നൽകിയ മുഴുവൻ കുട്ടികൾക്കും മുതിർന്നവർക്കും നന്ദി അറിയിക്കുന്നു. വിശദമായ ലിസ്റ്റ് പ്രസിദ്ധീകരണത്തിന് മാധ്യമങ്ങൾക്ക് നൽകുന്നുമുണ്ട്. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്.